Hi friends, welcome back to our channel World of Tailor Bird ലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂസ്ഡ് പെന്ന് കൊണ്ട് യൂസ്ഫുൾ ആയ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുക. അതിനായിട്ട് കുറച്ച് പേനകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപയോഗിച്ച് കഴിഞ്ഞ പേനകളാണ്. പിന്നെ കുറച്ച് തെർമോക്കോൾ ബോൾസ്, റബ്ബർ ബാൻഡ്, ബീഡ്സ്, റിബണോ ബീഡ്സോ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് മുത്തുകൾ ഏതാന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ഇതൊക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാലിയായ പൗഡറിന്റെ ഒരു ഡബ്ബ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പൗഡറിന്റെ ഡബ്ബ മേലത്തെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പെന്ന് ഇത് കാണുന്നുണ്ടാവും, പെന്നിന്റെ ടോപ്പൊക്കെ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനെ കൊണ്ട് വേറൊരു ക്രാഫ്റ്റ് ചെയ്യാം. ഇപ്പം ഈ ടോപ്പൊക്കെ ഊരി വെച്ച് ഈ പെന്നാ ഉള്ളത്. അപ്പൊ ഒരേ കളർ ഞാൻ എടുക്കുന്നുണ്ട് പേന. ഇതിന്റെ അകത്തേക്ക് വെക്കുക, പൗഡറിന്റെ ഡബ്ബ തിരിച്ചു വെക്കും. എന്നിട്ട് പെന്നിങ്ങനെ വെച്ചിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരേ കളറ് എടുക്കുക. എടുത്ത് നമ്മള് ഇനി റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഒന്നിങ്ങനെ ചെറുങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പിലൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് ഗ്ലൂ ഒന്ന് ഇട്ട് കൊടുക്കാം. അന്നേരം കുറച്ച് ഒന്ന് ഒട്ടി നിൽക്കും. ഇവിടെ ഗ്യാപ്പില് കുറച്ച് ഗ്ലൂ ഒന്ന്, അപ്പൊ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലൂ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഗ്ലൂ ഗണ്ണിന്റെ ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ ഒന്നവിടെ സ്റ്റിക്കായി നിന്നുള്ളൂ. ഗ്ലൂ പേസ്റ്റ് ചെയ്ത് നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ റിബൺ എടുക്കുന്നുണ്ട്. റിബൺ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക. ഇതിന് കണക്കായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക റിബണ്. എന്നിട്ട് നമുക്ക് ഗ്ലൂ ഇട്ടിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഒന്ന് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ റബ്ബർ ബാൻഡിന്റെ മുകളിലേക്ക് കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിന്റെ മേലെ വേണമെങ്കിൽ സീക്വൻസോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പുള്ള സീക്വൻസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഓരോ ഗ്ലൂ, കുറച്ച് ഗ്ലൂ വെച്ച് ഇട്ട് കൊടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. വെച്ചിട്ടൊന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്ന് എല്ലാ സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ തെർമോക്കോൾ ബോൾ ഇതിന്റെ മേലെ ഒന്ന് വെച്ചു കൊടുക്കണം. ഈ ഡിബിന്റെ മേലെ ഒന്ന് വെച്ചു കൊടുക്കുക. അതിനായിട്ട് ഓരോ തെർമോക്കോൾ ബോൾ എടുക്കുക. ഇവിടെ നമുക്ക് ഒന്ന് വെച്ചു കൊടുക്കും.
എല്ലാ നിബിന്റെ മേലെയും വെച്ചു കൊടുക്കും. നമുക്ക് ഇപ്പൊ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് വേണമെങ്കിൽ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ അകത്ത് ഇനി നമുക്ക് ഫ്ലവർ എടുത്തു വെച്ച് കൊടുക്കാം. ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു എക്സെല്ലുകൊണ്ട് ഫ്ലവർ ചെയ്തിട്ടില്ലേ, അത് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? ഇതിങ്ങനെ ഇനി തന്നെ വെക്കണമെന്നില്ല. നിങ്ങളെടുത്ത് ഏതാ ഫ്ലവറുള്ള അത് വെച്ചു കൊടുക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുക വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനമായിരുന്നു ഈ പേന അല്ലേ. അപ്പൊ നമുക്ക് റീയൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലവേഴ്സായി. നമുക്കിത് സാധാരണ പ്ലാസ്റ്റിക് പെന്നാണല്ലോ നമ്മൾ ഇതിന് യൂസ് ചെയ്തത് അല്ലേ. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഒക്കെ നമ്മള് വലിച്ചെറിയുക ചെയ്യാം. അപ്പൊ അത് വലിച്ചെറിയാതെ നമുക്കത് റീയൂസ് ചെയ്തിട്ടൊരു ഫ്ലവേഴ്സ് ആക്കി. അതുപോലെ എല്ലാവരും ഇത് വലിച്ചെറിയാതെ പെന്നൊക്കെ ശേഖരിച്ചു വെക്കുക. പെന്ന് അതൊക്കെ ശേഖരിച്ച് വെച്ച് ഇതിന് ഡെക്കറേറ്റ് ഇത് മാത്രമല്ല പ്ലാസ്റ്റിക് പെന്നും ഉണ്ട്, പലതും ചെയ്യാം. ഇതിപ്പോ ഞാൻ ഒന്ന് കാണിച്ചു തന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയില് നമുക്ക് നോക്കാം. ഇടയ്ക്ക് ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഈ ഫ്ലവറും ഒക്കെ വെക്കുമ്പോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടി. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. കൂട്ടുകാരൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.